ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ നമ്മുടെ സുധാകരൻ മാഷ് ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് കമലയെ നോക്കുമ്പോൾ കമല നല്ല ഉറക്കം. നീ ഇപ്പോൾ എഴുന്നേക്കണ്ട, കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങിക്കോളാൻ കമലയോട് ഇങ്ങനെ മാഷ് പറയുക കേട്ടോ. അല്ലെങ്കിൽ തന്നെ നേരത്തെ ഇപ്പോൾ എഴുന്നേറ്റിട്ട് എന്തിനാണെന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ എഴുന്നേറ്റ് ഇവിടുന്ന് പോയി കേട്ടോ. പക്ഷേ കമലയാണെന്നുണ്ടെങ്കിൽ എന്തോ വയ്യാഴ് കൊണ്ട് കിടക്കുമായിരുന്നു. ഇങ്ങനെ ആദ്യം തിന്നുള്ള നിൻ്റെ ഈ ഒരു ടെൻഷൻ ഇനിയെങ്കിലും നീ അവസാനിപ്പിക്കണമെന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുന്നു. ഇന്നലെ കരഞ്ഞ് ശ്വാസം കിട്ടാതെ പോയത് വരെ നീ കണ്ടില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുക. അതുപോലെ നിനക്ക് എന്തെങ്കിലും വന്നു പോയാലേ എനിക്ക് പിന്നെ ആരാ അടിയുള്ളേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോഴും കമല ഇതൊന്നും കേൾക്കണില്ല. അദ്ദേഹമാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു ചെന്ന് എഴുന്നേറ്റ് പോയി ഡോറൊക്കെ തുറന്നിട്ടു. അതിന് നേരം നീ മരിച്ചു പോയാൽ പിന്നെ ഞാനെങ്ങനെ ഒറ്റയ്ക്ക് കഴിയുമെന്നൊക്കെ ഇങ്ങനെ സുധാകരൻ മാഷ് ചോദിക്കുകയാണ്. കമലമ്മയാണെങ്കിൽ അവിടെ കിടന്നുറങ്ങുന്ന പോലെ കിടക്കുന്നു. ഞാനത് ഓർത്തുകൊണ്ട് കുറേ നേരം അങ്ങ് കിടന്നു എന്ന് അദ്ദേഹം കമലയോട് പറയാം. ഞാൻ ഒറ്റയ്ക്ക് എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ സുധാകരൻ മാഷ് ചോദിക്കുക കേട്ടോ. അപ്പോഴൊന്നും നമ്മുടെ കമല പ്രതികരിക്കുന്നില്ല. ഒറ്റയ്ക്ക് ജീവിച്ചതിനേക്കാൾ കൂടുതൽ ഒരുമിച്ച് ജീവിച്ചവരല്ലേ നമ്മളെന്നും നമ്മളിൽ ഒരാളെ അത്ര പെട്ടെന്നൊക്കെ വിട്ടു പോവോ എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം ചോദിക്കുക. അങ്ങനെ ഒന്നും സംഭവിക്കില്ല കമല, പോവുകയാണെങ്കിൽ തന്നെ ഞാനാകും ആദ്യം പോവാന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയണം. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് അങ്ങ് പോകാൻ നോക്കുക. കുറേ കാലം നമ്മൾ ഒരുമിച്ച് ജീവിച്ചു, ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തും അത് നടത്തും ഇത് നടത്തൊക്കെ എന്ന് പറഞ്ഞ് ജീവിച്ചവരൊക്കെ ടീം ഒറ്റ സെക്കൻഡിൽ ഇല്ലാണ്ടായി പോകുമെന്നും അല്ലെങ്കിലും ഭാര്യ മരിച്ചിട്ടുള്ള ഭർത്താക്കന്മാരുടെ ജീവിതം അത് ദുരിതമാണെന്നൊക്കെ അദ്ദേഹം പറയാം. അവരെ പിന്നെ ഒന്നിനും കൊള്ളാതാകുമെന്നും സുധാകരൻ മാഷ് പറയണു. ഭാര്യമാർ അങ്ങനെയല്ല. ഭർത്താക്കന്മാർ മരിച്ചാലും അവർ മക്കളുമായി പൊരുത്തപ്പെട്ട് അങ്ങനെ അങ്ങ് ജീവിച്ചോളൂ എന്ന് പറയാം. അതുകൊണ്ട് ലോകത്തുള്ള ഭർത്താക്കന്മാർ ആദ്യം മരിക്കണം, അത് കഴിഞ്ഞ് ഭാര്യമാർ മരിക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞു. അതിനുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനയോ അല്ലെങ്കിൽ തൻ്റെ ദൈവങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അതുവരെ താൻ പറഞ്ഞു തരാനൊക്കെ പറയുവാണേ. നീ ഇതൊക്കെ കേട്ട് കിടക്കുകയാണെന്നൊക്കെ എനിക്കറിയാം. ഞാൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കാനും മാഷ് പറയുന്നു. ഞാൻ അപ്പോഴേക്കും ഒരു കാപ്പിയൊക്കെ ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ സുധാകരൻ മാഷ് കാപ്പി ഇട്ട് പോയി. പിന്നെ ജോലികളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്തു. അങ്ങനെ കാപ്പിയായിട്ട് നേരെ കമലയുടെ അടുത്തേക്ക് വന്നു. കമലയുടെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും കമല എന്നും പറഞ്ഞ് വിളിച്ചു. റൂമിൽ കമലയെ കണ്ടില്ല. ഇത് തുറന്നു കൊടുക്കാണല്ലോ, ഇവളിതെവിടെ പോയി? കമല എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും ഒരു ശബ്ദം കേട്ടു. അപ്പോൾ ആ ശബ്ദം കേട്ട് നമ്മുടെ സുധാകരൻ മാഷ് ചെന്നപ്പോഴത്തേക്കും ഫിക്സ് വന്ന് കമല അവിടെ കിടന്ന് ഇങ്ങനെ പിടയ്ക്കുക. പെട്ടെന്ന് കമല എന്ന് പറഞ്ഞ് ഓടി വന്ന് നമ്മുടെ മാഷ് കമലയെ എങ്ങനെയൊക്കെയോ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് കൊണ്ടുവന്നു ICUയിൽ കയറ്റി. അദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ. കുറേ കരഞ്ഞു. അങ്ങനെ തന്നെ ഉള്ളൂ. ഭയങ്കര ഇതിൽ ആ മനുഷ്യൻ ഇങ്ങനെ തകർന്നിരിക്കുക. അപ്പോഴത്തേക്കും പിന്നെ മോൻ ഓടി വന്നു. എന്താ അച്ഛാ പറ്റിയ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീജയും ഒക്കെ കൂടെ ഓടി വന്നു. അവർ വന്നിട്ട് ഇങ്ങനെ അച്ഛനോട് ചോദിക്കുക. അച്ഛാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ഞെട്ടി അദ്ദേഹം എഴുന്നേറ്റു. എന്താ അച്ഛാ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ അദ്ദേഹം വാവിട്ട് കരയുക കേട്ടോ. അച്ഛൻ വാവിട്ട് കരയുന്നത് കണ്ടപ്പോഴത്തേക്കും മോനും കരച്ചിൽ വന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് ശ്രീജയും ഒക്കെ കരയുക. അച്ഛൻ ഇങ്ങനെ കരയല്ലേ അച്ഛാ എന്നും പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുക കേട്ടോ അവർ രണ്ടുപേരും അച്ഛനെ. പരിസരം പോലും മറന്ന് ആ മനുഷ്യൻ കരഞ്ഞുപോയി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഒരു തട്ടുകടയും ഒക്കെ. അവിടുന്ന് നമ്മുടെ വിഗ്രഹത്തിൻ്റെ ചേട്ടനാണെങ്കിൽ ചായ മേടിക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നു. വിശ്വൻ എന്നിട്ട് ചായയൊക്കെ മേടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രീജ അങ്ങോട്ടേക്ക് വന്നു. നീ ഇതെവിടെ പോവാന്ന് ചോദിച്ചു. അപ്പോൾ ഒരു മരുന്ന് മേടിക്കാൻ നേഴ്സ് പറഞ്ഞെന്ന് പറഞ്ഞു. നീ അതിങ്ങനെ ഞാൻ മേടിക്കാം, നീ ചെല്ല് എന്നും പറഞ്ഞതേ. നീ പെട്ടെന്ന് അച്ഛൻ്റെ അടുത്ത് ചെല്ല് കേട്ടോ എന്നും പറഞ്ഞു വിശ്വൻ. എന്നിട്ട് ശ്രീജ അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. വിശ്വേട്ടാ വിനായകനെയൊക്കെ ഒന്ന് വിളിക്കണ്ടേന്ന് ചോദിച്ചു. ഞാൻ വിളിച്ചോളാം, നീ ചെല്ല്, നീ അച്ഛന് ചായ കൊണ്ട് കൊടുക്കുക, ചെല്ല്, രാവിലെ മുതലൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ വിശ്വൻ പറയാം. പെട്ടെന്ന് ഇങ്ങനെ വരാനുള്ള കാരണം എന്താണെന്നാ എന്നൊക്കെ ശ്രീജ ഇങ്ങനെ പറയുമ്പം ഓർത്ത് വിഷമിക്കാനും ടെൻഷനാകാനും മാത്രമുള്ള കാരണങ്ങൾ ഞങ്ങൾ മക്കളമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ കാരണം പുറത്തുനിന്നൊന്നും അല്ല, നീ ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിശ്വന് നേരെ ശ്രീജയോട് പറഞ്ഞു വിട്ടു. എന്നിട്ട് ശ്രീജയെ പറഞ്ഞു വിട്ടു. അപ്പോഴത്തേക്കും ഒരു നേഴ്സ് വന്നിട്ട് നമ്മുടെ മാഷിനോട് കമലയുടെ റിലേറ്റീവ്സ് ആരാന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളാന്ന് പറഞ്ഞു. അപ്പം എന്നാൽ അകത്ത് കയറി കാണാൻ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാഷ് ഓടി കമലയെ കാണാൻ അകത്തേക്ക് ചെല്ലുക. അപ്പോൾ കമലയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് ഇങ്ങനെ കിടക്കാണ് ചെറിയ മയക്കത്തിൽ. കമല എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും അപ്പോൾ അതൊക്കെ കണ്ണ് തുറന്നു. അങ്ങനെ മാഷിനെ കണ്ടു മാഷിനെ ഇങ്ങനെ നോക്കുക. അപ്പോൾ മാഷാണെന്നുണ്ടെങ്കിൽ തൊട്ടരികിൽ ഇങ്ങനെ കമലയുടെ കൈയൊക്കെ ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്.
അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഈ നമ്മുടെ നന്ദിനിയും അതുപോലെ വിനായകനും കൂടെ ഹോസ്പിറ്റലിലേക്ക് വന്നു. അപ്പോൾ ഈ ഓട്ടോയിൽ വന്നിറങ്ങി ഓട്ടോയിൽ പൈസയൊക്കെ കൊടുത്തിട്ട് വിനായകൻ പെട്ടെന്ന് ഓടി അകത്തേക്ക് കയറി പോകാൻ നോക്കുമ്പോൾ നിങ്ങൾ എന്നതാ മനുഷ്യയെ കാണിക്കുന്നത്, നിങ്ങൾ എങ്ങോട്ടാണ് ഇങ്ങനെ മരണം പാച്ചിൽ പായുന്നത്? ഹോസ്പിറ്റലിലേക്ക്. അതെനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ ഈ കാണിക്കുന്ന തിടുക്കൊന്നേ നിങ്ങളിത് അറിയിക്കുന്ന കാര്യത്തിൽ അവർ കാണിച്ചില്ലല്ലോ ഒന്ന് നന്ദിനി. എന്ന് വെച്ചാൽ നീ എന്താ പറയുന്നത്? അല്ല, അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുവന്ന വിവരം നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. എടി പിന്നെ പറയാതാണോടി നമ്മൾ അറിഞ്ഞത്? അത് വിശ്വേട്ടനല്ലേ നിങ്ങളോട് പറഞ്ഞതെന്ന് ചോദിക്കാം. അമ്മയെ അഡ്മിറ്റ് ചെയ്ത വിവരം അച്ഛനെ വിശ്വേട്ടനെ വിളിച്ച് അറിയിക്കാൻ പറ്റി, നിങ്ങളോടത് പറയാൻ തോന്നിയോ എന്ന് നന്ദിനി ചോദിക്കുക. ഇപ്പോൾ മനസ്സിലായോ? നിങ്ങളോടൊക്കെ അത്രേ ഉള്ളൂ അവർക്ക്. എടി ആരെങ്കിലും ഒരാളെ വിളിച്ച് അറിയിച്ചാൽ പോരാ നന്ദിനി? നിങ്ങൾക്കത് മതിയായിരിക്കും, എനിക്കത് പോരാ. ഒളിച്ചോടി പോയ വേദയുടെ അഡ്രസ്സ് ഉണ്ടായിരുന്നെങ്കിലേ നിങ്ങളുടെ അച്ഛൻ അവളെയും വിളിച്ച് അറിയിച്ചാനേ. ഇപ്പോൾ ഒളിച്ചോടി പോവേ. നീ എന്താ അനാവശ്യമൊക്കെ അടി പറയുന്നത്? ഒളിച്ചോടി പോയത് തന്നെ അല്ലേ? അതിലെന്താ അത്ര സംശയമുള്ളത്? ആരും അറിയാത്ത സ്ഥലത്തേക്ക് ആരോടും പറയാതെ പോകുന്നതിനെ തന്നെയാണ് ഒളിച്ചോട്ടം പറയുന്നത്. പക്ഷേ അത് നീ പറയുമ്പം അതിനൊരു മോശം ധ്വനിയുണ്ടെന്ന് പറഞ്ഞു. ഉണ്ട്. ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞു മടങ്ങി നാട്ടിലെത്തുമ്പോൾ കൂടെ മറ്റൊരാളും അയാളുടെ കുഞ്ഞും കണ്ടുകൂടാഴിക്കൊന്നുമില്ലല്ലോ. ഹെടി തോന്നിയവസം പറയാൻ നീ വായടച്ചോളാൻ പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, അവൾ നമ്മുടെ വീട്ടിൽ വന്ന് കയറിയത് തന്നെ വിക്രത്തിനോട് പ്രതികാരം തീർക്കാനല്ലേ? അവസാനം ശരിക്കും അത് തന്നെ സംഭവിച്ചില്ലേ? വിക്രം അകത്തായില്ലേന്ന് ചോദിച്ചു. വിക്രമനെ അകത്താക്കാൻ വേദ സ്വന്തം അങ്കിളിനെ കൊല്ലിച്ചെന്നല്ലേ? നിന്റെ തലയിൽ എന്തോരം വിഷം അടി. നാണം കെടുന്നതും അപമാനിക്കപ്പെടുന്നതും നിങ്ങൾക്കൊരു പ്രശ്നമല്ലായിരിക്കാം. പക്ഷേ മക്കളിൽ ഒരാളെ മാത്രം ഇങ്ങനെ വേറെയായി കാണുന്നത് എനിക്ക് സഹിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മതി, നീ ഇനി കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. ഇങ്ങോട്ട് നടക്കടി ഇങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനിയും കൂട്ടിക്കൊണ്ട് വിനായകനകത്തേക്ക് പോകും. എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി പിന്നാലെ ചെല്ലുന്നു. അങ്ങനെ വിശ്വനും ശ്രീജയും അച്ഛനും കൂടെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ചെന്നു. ഇത്ര പെട്ടെന്ന് ഫിക്സ് വരാൻ എന്താ കാരണമെന്ന് വിശ്വനോട് ചോദിച്ചു കേട്ടോ വിനായകൻ. സങ്കടം കുറേ ഉണ്ടല്ലോ, എല്ലാം കൂടി ഒരു പക്ഷെ താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു വിശ്വനെ. അപ്പോൾ ഇതിനേക്കാളും ചെറിയ പ്രായത്തിൽ അവൻ ജയിലിൽ പോയിട്ടുള്ളതല്ലേ, അന്നൊന്നും ഇങ്ങനെ ഫിക്സ് വന്നിട്ടില്ലല്ലോ എന്ന് നന്ദിനിയുടെ വകയൊരു ഡയലോഗ്. ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും വിഷമമുള്ളൂ. ഈ രീതിയിൽ കുടുംബം ചിന്നിച്ചിതറാൻ കാരണം വേദ ഒറ്റ ഒരാളാണെന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി എന്ന് പറഞ്ഞു നിൽക്കുക കേട്ടോ നമ്മുടെ വിനായകൻ. വേദ ഇവിടുന്ന് പെടുന്ന ആളുകളായില്ലേ, ഇനി എന്ത് പറയുമ്പോഴും പിന്നെ നീ അവളെ കുറ്റപ്പെടുത്തുന്നതിനാണെന്ന് ചോദിച്ചു ശ്രീജ. ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ കാരണം അവളായതുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് നന്ദിനി. അതെ, ആ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്, നീ ഉണ്ടായിരിക്കാൻ പറഞ്ഞു വിഷ്ണു. അപ്പം കേട്ടാലും എനിക്ക് വിരോധമൊന്നുമില്ല എന്നും ജപ്തി ചെയ്യാൻ ആളുകൾ വരും മുന്നേ ആദ്യം ഇറക്കി വിട്ടത് ഞങ്ങളെയാണെന്നും നന്ദിനി. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, നിങ്ങൾ മാത്രമല്ലല്ലോ, ഞാനും വിശ്വേട്ടനും ഇപ്പോൾ വേറെ അല്ലേ താമസിക്കുന്നത്. അക്കാര്യമൊന്നും പറയണ്ട. വസ്തു ലേലത്തിൽ വെച്ചപ്പോൾ കടം വീട്ടി ബാക്കി വന്ന തുകയിൽ നിന്നേ ഒരു വലിയ വിഹിതം നിങ്ങൾക്കല്ലേ തന്നതെന്ന് ചോദിച്ചു. അതുകൊണ്ട് ഇപ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ ഉണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ഇങ്ങനെ പറഞ്ഞപ്പോൾ, എടാ വിനായകം നിനക്ക് തനിയെ വന്നാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു വിശ്വനെ. ഈ ആശുപത്രി വെച്ച് ഇതൊക്കെ തന്നെ വേണമായിരുന്നു എന്ന് ചോദിച്ചു. വിശ്വേട്ട അങ്ങനെ വിചാരിക്കൊന്നും വേണ്ട, ഒരു സ്ഥലത്തിൻ്റെ കാര്യത്തിന് അത്യാവശ്യമായിട്ട് പോകാനുള്ളതുകൊണ്ട് വിനേട്ടൻ നാളെ വന്നാൽ മതിയെന്ന് വരെ പറഞ്ഞതാ. സ്ഥലത്തിനേക്കാളും വലുതെന്നും പറഞ്ഞ് അമ്മ എന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നത് ഞാനാണെന്നും പറഞ്ഞ് നന്ദിനി അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നു. അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതെ, ഇവളാണ് ഇപ്പം തന്നെ പോരണമെന്ന് പറഞ്ഞതെന്ന് നമ്മുടെ വിനായകൻ. അപ്പം നന്ദിനി ചിലരെ പോലെ പുറമേ ചിരിച്ചു കാണിച്ചുകൊണ്ട് നടക്കില്ല, ഉള്ളിൽ പകയും കൊണ്ട് നടക്കുന്ന കയ്പും ഇല്ല. വെട്ടി തുറന്ന് പറയുമെങ്കിലും ഉള്ളിൽ സ്നേഹമുള്ളവളാ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ഇങ്ങനെ നിൽക്കുന്നു. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ നമ്മുടെ വിനായകൻ. അപ്പോൾ കമലയുടെ ബൈസ്റ്റാൻഡർ ആരാന്ന് ചോദിച്ചു. അപ്പോൾ അയ്യോ എൻ്റെ അമ്മയ്ക്ക് എന്നാ പറ്റിയെന്ന് ചോദിച്ചോണ്ട് ഭയങ്കര ഒച്ചത്തിൽ ഈ നന്ദിനി കരയുന്നു. അപ്പോൾ സുധാകരൻ മാഷ് ഇല്ലേന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് മാഷ് എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ചെന്നു. നന്ദിനി ഭയങ്കര ഓവർ ഇതായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക അവിടെ. അപ്പോൾ എന്താന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ വിളിക്കുന്നുണ്ട്, വരാൻ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ സുധാകരൻ മാഷ് അകത്തേക്ക് കയറ്റുന്നു. നീ എന്നതാ നന്ദിനി ഇവിടെ കാണിക്കുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് വിനായകൻ നിന്ന് നന്ദിനിയുടെ അടുത്തിരുന്നിട്ട് ഒറ്റ ഞൊള്ളു കൊടുത്തു. മിണ്ടി പോകരുതെന്ന് പറഞ്ഞു. ഇനി മിണ്ടിയ നിന്നെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ വിശ്വനും അതുപോലെ ശ്രീജയും ആകെ ടെൻഷനായിട്ടിരിക്കും, എന്തായിരിക്കും അച്ഛനെ ഡോക്ടർ വിളിപ്പിച്ചത്. അപ്പോഴത്തേക്കും നീ അങ്ങോട്ടേക്ക് നമ്മുടെ മാഷ് ചെന്നു. അപ്പോൾ ഡോക്ടർ അവിടെ കമലയുടെ തൊട്ടരികിൽ നിൽപ്പുണ്ട്. അതെ, ഓക്സിജൻ അമ്മയ്ക്ക് തീരെ കുറവാണെന്നും BP ഡൗൺ ആണെന്നുള്ള കാര്യം പറയാം കേട്ടോ. അപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റണമെന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ എന്ത് വേണമെങ്കിലും ആകാം ഡോക്ടർ, എനിക്ക് അവളെ പഴയതുപോലെ തിരിച്ചു തന്നാൽ മാത്രം മതി എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നോക്കാം, പക്ഷേ അത് റിയാലിറ്റി ആയിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന്. അങ്ങനെ കമലയെ അവർ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു. കാരണം ഇപ്പോഴത്തെ ആ ഒരു സീരിയസ് കണ്ടീഷൻ ആയതുകൊണ്ട്. അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയാട്ടോ. വേദ ഇങ്ങനെ മയക്കത്തിൽ നിന്ന് പതുക്കെ കണ്ണ് തുറന്നു.
അപ്പോഴത്തേക്കും തരുണിൻ്റെ അമ്മ തൊട്ടരികിൽ ഇപ്പുണ്ട്. അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് വേദ വേഗം ചാടി എഴുന്നേറ്റു. അങ്ങനെ വേദ കണ്ണ് തുറന്ന് അമ്മയെ കണ്ടു. അങ്ങനെ പെട്ടെന്ന് രാധിക അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ രാധിക എന്ത് ചെയ്യും, പെട്ടെന്ന് പെയിൻ വന്നു മോളെ, ലേബർ റൂമിലോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് വെളുപ്പാങ്കാലത്താണെന്നും ഞാൻ നോക്കുമ്പോൾ മോള് നല്ല ഉറക്കത്തിലായിരുന്നു എന്ന് അമ്മ പറയാട്ടോ. അതാ പിന്നെ മോളോട് പറയാതിരുന്നത്. പെട്ടെന്ന് BP താണു പോയി, ആകെ പ്രശ്നത്തിലായി, അതുകൊണ്ടാണ് അങ്ങോട്ട് മാറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ആ അമ്മ വേദയോട് പറയാം. അവിടെ ചെന്നപ്പോഴാണ് ഓർത്തത് മോൾ ഇവിടെ ഒറ്റയ്ക്കുള്ളല്ലോ എന്ന്, അതുകൊണ്ട് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ വന്നതാണെന്ന് ആ അമ്മ പറയാട്ടോ. അപ്പോഴാണ് മോൾ എഴുന്നേറ്റതെന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും വേദ, ഇവിടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മ അങ്ങോട്ട് പോയിക്കോളാനായിട്ട് പറഞ്ഞു കേട്ടോ. അവിടെ ചെന്നിരിക്കുമ്പോഴേ അവൻ്റെ സങ്കടം കാണാൻ വയ്യ മോളെ എന്ന് ആ അമ്മ ഇങ്ങനെ പറയാട്ടോ. അതും പറഞ്ഞു എന്നിട്ട് വേദയുടെ അരികിലിരുന്നു. അപ്പം ഞാൻ മോളോട് പറഞ്ഞിട്ടില്ലേ, ആ യൂണിഫോം ഇടുമ്പോൾ ഉള്ള ധൈര്യം മാത്രമേ അവനുള്ളെന്ന്, അല്ലാത്തപ്പോൾ അവൻ പാവാം. എനിക്കോ രാധികയ്ക്കോ എന്തെങ്കിലും വന്നാൽ പിന്നെ അവൻ ഇരിപ്പുറയ്ക്കത്തേയില്ല. 2 ദിവസമായിട്ട് വന്ന് കാണാനോ അന്വേഷിക്കാനോ ഒന്നും പറ്റാത്ത തരത്തിലുള്ള ഒരു ഓട്ടത്തിലായിരുന്നല്ലോ. അതിൻ്റെ ഒരു സങ്കടവും അത് വേറെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം രാധിക ശരിക്കും അനാഥാലയത്തിലായിരുന്നല്ലേ? അതും മോളോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു അമ്മ. അത് പിന്നെ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടതാണെന്ന കാര്യം പറഞ്ഞു. കുഞ്ഞുനാളിലൊരു കലാപത്തിൽ നിന്ന് അവൾ മാത്രമായി രക്ഷപ്പെട്ട കാര്യമൊക്കെ പറയുന്നത് കേട്ടെന്ന് പറഞ്ഞപ്പം, അതേ മോളെ, വല്ലാത്തൊരു തലവിധിയായിരുന്നു ആ കൊച്ചിൻ്റെ. അങ്ങനെ ഒരാളെ ആ തരുൺ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് അവൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് അവനെക്കുറിച്ച് അഭിമാനമാണ് തോന്നിയതെന്ന് ആ അമ്മ പറയാം. അതുപോലെ അവൾ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം ഞങ്ങൾക്ക് എന്ത് സന്തോഷമായിരുന്നെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അതുപോലെ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ പിന്നെ അത് ഇരട്ടിയാവുകയായിരുന്നുവെന്നും ആ അമ്മ പറയാം. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ തരുണാ പറഞ്ഞത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്, അവൾക്ക് കുട്ടി ഉണ്ടായി കഴിഞ്ഞ് അറിഞ്ഞാൽ മതിയെന്ന്. അപ്പം ഇതൊക്കെ കേട്ട് വേദ ഇങ്ങനെ ഇരിക്കാം. അന്ന് ആ മാളിൽ വെച്ച് അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്ത് സന്തോഷത്തോടെ ഇരിക്കേണ്ടവളാണെന്നറിയോ എൻ്റെ രാധിക മോള്. അങ്ങനെ അമ്മ ഇതൊക്കെ പറയുന്നത് കേട്ട് വേദ, ഡെലിവറി കഴിയുന്നതോടെ ഇപ്പോൾ ഉണ്ടായി ഈ ട്രോമ എല്ലാം മാറും, അമ്മ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു. രാധിക പഴയതുപോലെ ആകുമെന്നേ അമ്മ ഉറപ്പിച്ചോ എന്നും പറഞ്ഞ് ഇങ്ങനെ അമ്മയെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോഴത്തേക്ക് അമ്മയുടെ ഫോണിലേക്ക് കോള് വന്നു. ഹലോ, അതെല്ലോ, ആരായിരുന്നു എന്നൊക്കെ ചോദിച്ചിങ്ങനെ സംസാരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ദേ അവിടെ എന്തോ ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മ അവിടെ നിന്ന് പോകുക കേട്ടോ. അപ്പോൾ വേദയ്ക്ക് ഭയങ്കര ഒരു ടെൻഷൻ. അപ്പോൾ വേദ ഇങ്ങനെ ഭയങ്കര ഇതായിട്ടിരിക്കാം. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് വിക്രത്തിൻ്റെ ആ ഒരു ജയിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വിക്രത്തെ കാണാൻ ആരോ വന്നിട്ടുണ്ട്. അത് സൂപ്രണ്ടിനോട് വന്ന് പോലീസുകാരൻ പറയുന്നു. അപ്പോൾ പറ്റില്ലെന്ന് പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തിന് വരാൻ പറ എന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് വന്നു. വിക്രം എന്തൊക്കെയുണ്ട്, ഇരിക്കടോ. അത് പിന്നെ വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാമെന്ന് വിക്രം സാറിനോട് പറയാം. അല്ല, എനിക്ക് വേണ്ടി സാർ ഒരു ഉപകാരം ചെയ്യാമോ എന്ന് ചോദിച്ചു. എന്താടോ, പറയാൻ പറഞ്ഞു. അത് പിന്നെ സാറിന് എൻ്റെ വീട്ടിലൊരു കാര്യം അന്വേഷിക്കാമോ എന്ന് ചോദിച്ചു. അമ്മയെക്കുറിച്ച് ഓർത്തിട്ട് എനിക്കാണെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ വിക്രം സാറിനോട് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ തന്നെ പോകണമെന്നുണ്ടോ, വീട്ടുകാരെ പറ്റിയൊരു അറിയണമെന്ന ആഗ്രഹം തനിക്കുണ്ടെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഞാനായിട്ട് ഉണ്ടാക്കിയാൽ പോരെന്ന് ചോദിച്ചു. അന്നേരം ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2 നമ്പറിലേക്ക് ഞാൻ വിളിച്ചു, അച്ഛൻ്റെയും ചേട്ടൻ്റെയും, 2 പേരുടെയും കിട്ടുന്നില്ല. അച്ഛൻ്റെ നമ്പർ സ്വിച്ച് ഓഫാ, ചേട്ടനാണെങ്കിൽ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല എന്ന് പറഞ്ഞപ്പം താൻ വെറുതെ പേടിക്കുന്നതായിരിക്കും, ഒന്നും സംഭവിക്കില്ലടോ, ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. ആയിരിക്കാം, പക്ഷേ ഉള്ളിലൊരു പേടി. അമ്മയെ ഞാൻ സ്വപ്നം കൂടി കണ്ടു സർ, അതും കൂടെ ആയപ്പോൾ എനിക്ക് ഉള്ളിൽ വല്ലാത്തൊരു പേടി. താൻ സമാധാനമായിട്ടിരിക്കടോ, ഞാൻ നോക്കാം എന്നും പറഞ്ഞിങ്ങനെ അവിടെ അത് കഴിഞ്ഞ് പിന്നെയും കാണിക്കുന്നത് ഇവിടെ നമ്മുടെ വേദ അഡ്മിറ്റായ ഹോസ്പിറ്റലും തരുണിൻ്റെ അമ്മയും കൂടി രാധികയെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരിതാണേ. ആ സമയം ഡോക്ടർ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ ഡോക്ടർ ഇറങ്ങി വന്നപ്പോൾ ഇവരിങ്ങനെ ഇവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതേ ഒന്ന് റൂമിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര ടെൻഷൻ, ദൈവമേ ഇനിയിപ്പോൾ എന്തായിരിക്കും, ഒന്നും മനസ്സിലാകാത്തൊരിത്. അപ്പോൾ അങ്ങനെ അമ്മയും മോനും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. അതിനുശേഷം ഡോക്ടറുടെ കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. വരൂ, ഇരിക്കൂ. അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ടാണ്. രാധികയുടെ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. മനസ്സിലായില്ല ഡോക്ടർ, എന്താ
ആ കുട്ടിയുടെ ആരോഗ്യനില നമ്മൾ വിചാരിച്ചതിനേക്കാളും ഭയങ്കരമായിട്ട് ലോ ആണെന്ന കാര്യം ഡോക്ടർ പറയാം. ഇപ്പോഴത്തെ ഈ ഒരവസ്ഥയിൽ കുഞ്ഞിനെ അമ്മയെ രക്ഷിക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. വാട്ട് യു മീൻ ഡോക്ടർ? അതേ തരുൺ, രണ്ടിലൊരാൾ എന്നുള്ളൊരു റിസ്ക് നമ്മൾ എടുക്കേണ്ടി വരും എന്ന കാര്യം ഈ ഡോക്ടർ പറയുക. അത് കേട്ടപ്പോഴത്തേക്കും തരുൺ ആകെ തളർന്നു പോയി. എന്ത് ചെയ്യണമെന്ന് തരുണിന് പോലും അറിയാത്ത ഒരവസ്ഥ. പെട്ടെന്ന് ഒരു സാധ്യതയില്ലേ ഡോക്ടർ എന്ന് അമ്മ ചോദിച്ചു. പരമാവധി ശ്രമിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ഇനിയും വൈകിയാൽ ഒരു പക്ഷേ എന്നാ ഡോക്ടർ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര ഒരിത്, അമ്മയും മോനും വാക്കുകൾ പോലും കിട്ടാതിരിക്കുക. എനിക്ക് തരുണിൻ്റെ മാനസികാവസ്ഥയൊക്കെ മനസ്സിലാകും, പക്ഷേ ഇല്ല, എനിക്ക് അവളെ വേണം ഡോക്ടർ എന്ന് നമ്മുടെ തരുൺ അന്നേരം ഇങ്ങനെ അവിടെ നിന്ന് പറയാം. അവൾ ഈ ലോകത്ത് ജീവിക്കുന്നത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയാം. പക്ഷേ അവൾ എനിക്ക് വേണം, അതിനുവേണ്ടി അവളെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ, എനിക്ക് എൻ്റെ രാധികയെ വേണമെന്നും പറഞ്ഞ് തരുൺ ഭയങ്കര കരച്ചിൽ. അങ്ങനെ ആ ഒരു തീരുമാനത്തിലെത്തി. അത് കഴിഞ്ഞ് പിന്നെ വേദയ്ക്ക് മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ നേഴ്സ് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ രാധികയുടെ കാര്യങ്ങൾ വേദ ഇങ്ങനെ നേഴ്സിനോട് ചോദിച്ചപ്പോഴത്തേക്കും രാധിക BP ലോ ആണ്, അതുപോലെ ബ്ലീഡിങ് ഹെവി ആണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുക. നോർമൽ ഡെലിവറിക്കുള്ള മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സേതുലക്ഷ്മിയോടും തരുൺ സാറും ആകെ തകർന്നിരിക്കുകയാണെന്നൊക്കെ ആ നേഴ്സ് പറയാം കേട്ടോ. ഇതൊക്കെ കേട്ടപ്പോൾ വേദയ്ക്ക് ഭയങ്കര സങ്കടം. എനിക്ക് അവരെ ഒന്ന് കാണണം, അങ്ങോട്ട് പോകാമോ എന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അതൊക്കെ വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ വേണം സിസ്റ്ററെ, വേണം. അപ്പോൾ ഒരു പരിചയമില്ലാതിരുന്നിട്ടും അമ്മയെ പോലെയാ അവരെന്നെ നോക്കിയതെന്നൊക്കെ വേദ പറയാം. ഇന്ന് രാധിക ലേബർ റൂമിലായിരിക്കുമ്പോഴും ആ അമ്മ എന്നെ കാണാൻ വേണ്ടി വന്നതാണെന്നും വേദ പറയാം കേട്ടോ. എനിക്ക് പോയേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് വേദ ഇങ്ങനെ അവരെ കാണാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും മറ്റേ ഗുണ്ടകൾ നേരെ ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ളൊരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.